കാലത്തെ നീ പ്രയോജനപ്പെടുത്തണം. അത് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ പരിതപിച്ചിട്ട് കാര്യമില്ല. സമയം വളരെ വിലപ്പെട്ടതാണ്. കാലചക്രത്തിൽ സമയം കറങ്ങി കഴിഞ്ഞിട്ട് പിന്നീട് തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹിക്കാൻ അല്ലെങ്കിൽ ആഗ്രഹിച്ചാൽ അത് നമുക്ക് ലഭിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 5 കാര്യങ്ങൾ നിനക്ക് വരുന്നതിന് മുമ്പ് 5 കാര്യങ്ങളെ നീ പ്രയോജനപ്പെടുത്തണം. ഒന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നിനക്ക് മരണം എത്തുന്നതിന് മുമ്പ് നിനക്ക് കിട്ടിയ ആയുസ് അത് പരമാവധി പ്രയോജനപ്പെടുത്തുക. നല്ല നിലയിൽ നിന്റെ ആയുസ് നീ പ്രയോജനപ്പെടുത്തിയാൽ മരണമെത്തുമ്പോൾ നിനക്ക് സന്തോഷത്തോടെ യാത്ര പറയാൻ കഴിയും. രണ്ടാമത്തത് നല്ല യൗവന സമയം. ആ യൗവന സമയം നന്നായി ഉപയോഗപ്പെടുത്തുക. വാർദ്ധക്യം വരുന്നതിന് മുമ്പ്, വാർദ്ധക്യത്തിലെത്തിയിട്ട് എനിക്കത് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ അല്ലെങ്കിൽ ഇത് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് നീ പരിതപിച്ചിട്ട് ഒരു കാര്യമില്ല. മൂന്നാമത്തത് നല്ല ആരോഗ്യം. ആ ആരോഗ്യം നീ പരമാവധി നല്ല കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുക, നിനക്ക് രോഗം വരുന്നതിന് മുമ്പ്. നാലാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒഴിവുള്ള സമയം, ആ ഒഴിവുള്ള സമയം നീ നല്ല കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുകയും നിന്റെ ജീവിതത്തെ ധന്യമാക്കുകയും ചെയ്യുക, നിനക്ക് തിരക്ക് പിടിച്ച ജീവിതം വരുന്നതിന് മുമ്പ്. അഞ്ചാമത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിനക്ക് നല്ല കാലം വരുമ്പോൾ, നല്ല കാലം ഉണ്ടാകുമ്പോൾ നീ അത് ആസ്വദിക്കുക, നീ അത് നല്ല നിലയ്ക്ക് ഉപയോഗപ്പെടുത്തുക. നിനക്ക് ക്ഷാമകാലം വരുന്നതിന് മുമ്പ്, അപ്പൊ ക്ഷേമകാലം നന്നായി ഉപയോഗപ്പെടുത്തുന്നവന് ക്ഷാമകാലം വരുമ്പോൾ നിരാശപ്പെടേണ്ടതില്ലല്ലോ. ഇങ്ങനെ സമയത്തെയും കിട്ടുന്ന സന്ദർഭങ്ങളെയും നന്നായി ഉപയോഗപ്പെടുത്തുന്നവനാണ് ബുദ്ധിമാൻ എന്നാണ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. ലോകത്തിന് വലിയ അനുഭവങ്ങളും വലിയ കാഴ്ചപ്പാടുകളും നൽകിയ നല്ലൊരു വചനമാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ ഉണർത്തിയത്.